ഞാൻ രമ്യ ഹരിശങ്കർ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ എല്ലാവരും ആ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതോടൊപ്പം സൈഡിലുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ പുതിയ വീഡിയോ ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ നോട്ടിഫിക്കേഷൻ വരും. ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് സ്റ്റീൽ കട്ട് ഓട്സ് എങ്ങനെയാണ് കുക്ക് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ഞാൻ ഓട്സിൻ്റെ ഫുഡി ടോക്കിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്റ്റീൽ കട്ട് ഓട്സിനെ പറ്റിയിട്ട്. അപ്പോൾ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ കാണാം. അപ്പോൾ നമുക്ക് ഇന്ന് അതെങ്ങനെയാണ് കുക്ക് ചെയ്യേണ്ടത്, പിന്നെ ഞാൻ ചെറുതായിട്ട് ഞാൻ എങ്ങനെയാണ് ഇത് സെർവ് ചെയ്യുന്നത് എന്നുള്ളതും ഞാൻ കാണിച്ചു തരാം. ഞാനിവിടെ 1/2 കപ്പ് സ്റ്റീൽ കട്ട് ഓട്സ് എടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് കുക്ക് ചെയ്യാൻ കുറച്ച് സമയം എടുക്കും, നമ്മൾ ചോറ് വയ്ക്കുന്ന മാതിരിയാണ്. അപ്പം ഞാൻ 1/2 കപ്പ് സ്റ്റീൽ കട്ട് ഓട്സ് ഒരു പാനിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തു, ഒരു സോസ് പാനിലോട്ട്. അതിലോട്ട് ഇനി നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ഇത് കുറച്ച് ഇളം ചൂടുള്ള വെള്ളമാണ്, ചൂടുവെള്ളം വേണമെന്നൊന്നുമില്ല. ചൂടുവെള്ളം ഉള്ളതുകൊണ്ട് ഞാൻ ആഡ് ചെയ്തു മാത്രമേ ഉള്ളൂ. 1 കപ്പ് വെള്ളം ആഡ് ചെയ്തു. പിന്നെ ഒരു 1/2 കപ്പും വീണ്ടും, അതായത് മൊത്തത്തിൽ ഒരു 1.5 കപ്പ് വെള്ളവും ഒരു 1/2 കപ്പ് പാലും ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പാല് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം, ഇല്ലെങ്കിൽ അത് അവോയ്ഡ് ചെയ്യാം. എന്തായാലും 2 കപ്പ് വെള്ളമാണ് ലിക്വിഡ്, അതായത് 1/2 കപ്പ് സ്റ്റീൽ കട്ട് ഓട്സിന് 2 കപ്പ് ലിക്വിഡ് വേണം. അതുകൊണ്ട് ഞാൻ അതിന് 1.5 കപ്പ് വെള്ളവും 1/2 കപ്പ് പാലും ഒഴിച്ചിട്ട് കുക്ക് ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് 2 കപ്പ് പാൽ ഒഴിച്ചിട്ടും കുക്ക് ചെയ്യാം. അപ്പോൾ കുറച്ചുകൂടെ ഭയങ്കര തിക്കായിരിക്കും, ഭയങ്കര ഹെവി ആവും. ഓക്കെ, ഞാനിത് അടുപ്പ് കത്തിച്ചിട്ട് വയ്ക്കാൻ പോവുകയാണ്. ആദ്യം പാലൊന്ന് തിളയ്ക്കണം. തിളച്ച് കഴിഞ്ഞ ശേഷം നമുക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കണം. അറിയാലോ ഓട്സ് എങ്ങനെയായിരിക്കണം എന്നുള്ളത്. ഒരു 20-25 മിനിറ്റിൽ ഇത് കുക്കായിട്ട് വരും. നമ്മൾ ചോറെല്ലാം വേവിക്കുന്ന മാതിരി തന്നെ, പക്ഷേ ആ വെള്ളം ഒന്ന് വറ്റി വരണം, അത്രയേ ഉള്ളൂ. ഓക്കെ, ഇപ്പം പാല് തിളച്ചിട്ടുണ്ട്. പാലും വെള്ളവും കൂടെ നമ്മൾ ഒഴിച്ചിട്ടുണ്ടായിരുന്നല്ലേ, അത് തിളച്ചിട്ടുണ്ട്. ഞാൻ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഞാൻ അടച്ചിട്ട് ഒരു 15-20 മിനിറ്റ് ഞാനിങ്ങനെ വെക്കാൻ പോവുകയാണ്. അപ്പോഴേക്കും നമ്മുടെ ഓട്സ് കുക്കായി വരും. ഒരു സെമി തിക്കിലാണ് ഞാൻ വെക്കാൻ പോകുന്നത്. എനിക്ക് കുറച്ച് സിനമൺ ഫ്ലേവർ ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ ഒരു നുള്ള സിനമൺ, അതായത് പട്ട പൊടിച്ചത് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. കറുവപ്പട്ട പൊടിച്ചത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ അതും ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാം ഒന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ട് ഇത് കുക്ക് ചെയ്യാം. അപ്പം ചെറിയൊരു നല്ലൊരു ഫ്ലേവർ വരും. വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. അതാ നന്നായി 25 മിനിറ്റ് ആയിട്ടുണ്ട്. 20-25 മിനിറ്റ് കുക്കായിട്ടുണ്ട്. കണ്ടോ, പാലും വെള്ളവും എല്ലാം ഏകദേശം കമ്മിയായിട്ടുണ്ട്. ശ്രദ്ധിക്കണം, അടച്ചു വയ്ക്കുമ്പോൾ ഒന്ന് ഇടയിലൊന്ന് നോക്കണേ, ഇല്ലെങ്കിൽ അത് പൊന്തിപ്പോവും പാലായതുകൊണ്ട്. പിന്നെ ഒരു 2 മിനിറ്റ് കൂടെ ഇങ്ങനെ വെച്ചിട്ട് തീ ഓഫ് ചെയ്തിട്ട് നമുക്കിത് എങ്ങനെയാണ് സെർവ് ചെയ്യേണ്ടതെന്നുള്ളത് നോക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് പഞ്ചസാരയൊന്നും ആഡ് ചെയ്തിട്ടില്ല. നമുക്ക് ഒന്നല്ലെങ്കിൽ ഇങ്ങനെ കുക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ പഞ്ചസാര ഇഷ്ടമില്ലെങ്കിൽ ഉപ്പിട്ടിട്ട് വേവിക്കാം, കഞ്ഞി മാതിരി കഴിക്കാം. അപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്തു. 2 മിനിറ്റ് കൂടെ കുക്ക് ചെയ്തിട്ട് ഇനി നമുക്ക് ഇത് ഞാനെങ്ങനെയാണ് സെർവ് ചെയ്യുന്നതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഞാൻ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സും ഒക്കെ വെച്ചിട്ടുണ്ട്. ഓട്സും റെഡി ആയിട്ടുണ്ട്. സെർവിങ് ബൗളിലോട്ട് രണ്ടും ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഞാനിവിടെ കുറച്ച് പൊമഗ്രാനൈറ്റ്, കുറച്ച് ആപ്രിക്കോട്ട്, കുറച്ച് വാൾനട്ട്സ് എടുത്തിട്ടുണ്ട്. 2 ബൗളിലോട്ടും ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ഏത് നട്ട്സും ഡ്രൈ ഫ്രൂട്ട്സും ഏത് വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം. പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ബൾക്ക് ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ എടുത്ത് വയ്ക്കാൻ പറ്റും. വേണ്ടപ്പോൾ സമയത്ത് നമുക്കിത് സെർവ് ചെയ്ത് കഴിക്കാൻ പറ്റും. കാരണം ഇതൊന്നിച്ച് കുറച്ച് ദിവസം കേടാവാതിരിക്കും കേട്ടോ. ഫ്രിഡ്ജിൽ ഒരു എയർടൈറ്റ് ബോക്സിൽ എടുത്ത് വെച്ചാൽ മതി ഉണ്ടാക്കിയിട്ട്. ഞാൻ 2 ബൗളിലോട്ടും ഇത് സെർവ് ചെയ്യുകയാണ്. ഞാൻ 2 രീതിയിലാണ് ഇത് കാണിക്കുന്നത്, പ്രസൻറ്റ് ചെയ്യുന്നത്. ഒന്നിൽ ഞാൻ ഹണി ഒഴിച്ചിട്ടും ഒന്നിൽ ഡേറ്റ് സിറപ്പ് ഒഴിച്ചിട്ടുമാണ്. അപ്പോൾ ഞാൻ ഇതിലോട്ട് കുറച്ച് പഞ്ചസാര ഇട്ടിട്ടും നമുക്ക് സ്വീറ്റൻ ചെയ്യാം. ഞാനിപ്പോൾ ഇതിലോട്ട് നാച്ചുറൽ ഹണിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഒരു 3 ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് മാതളം, പൊമഗ്രാനൈറ്റ്, ഏത് ഫ്രൂട്ട്സ് ആൻഡ് നട്ട്സ് വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം. ആപ്പിൾ ഉണ്ടെങ്കിൽ ആപ്പിൾ ആഡ് ചെയ്ത് കൊടുക്കാം. പഴം ഉണ്ടെങ്കിൽ പഴം കട്ട് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. പൈനാപ്പിൾ ആഡ് ചെയ്ത് കൊടുക്കാം.
ഡേറ്റ്സ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ കുറച്ച് ആപ്രിക്കോട്ട് കട്ട് ചെയ്തിട്ട് ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ട് അതും ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഒന്നിൽ ഞാൻ ഡേറ്റ് സിറപ്പാണ് ഒഴിക്കുന്നത് കേട്ടോ, ഹണിയല്ല. അപ്പോൾ ഏത് സ്വീറ്റ് പിന്നെ നമ്മളന്ന് കാണിച്ച കോക്കനട്ട് ഷുഗർ അത് ആഡ് ചെയ്ത് കൊടുക്കാം. അതൊന്ന് ജസ്റ്റ് ഒന്ന് ഉരുക്കിയിട്ട് അത് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ മേലെ ഒന്ന് ജസ്റ്റ് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. കുക്ക് ചെയ്യുമ്പോൾ തന്നെ അത് ആഡ് ചെയ്തിട്ട് കുക്ക് ചെയ്യാം. ഞാൻ പറഞ്ഞില്ലേ, ഇത് ബൾക്ക് ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കിയിട്ട് നമുക്ക് ഒരാഴ്ചയ്ക്ക് പ്രിപ്പറേഷൻസിൽ ചെയ്ത് വെക്കാവുന്ന ഒരു സാധനമാണ് ഈ സ്റ്റീൽ കട്ട് ഓട്സ്. ഞാൻ കുറച്ച് വാൾനട്ട്സ് കൂടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിലോട്ട് ഞാൻ കുറച്ച് ക്രാൻബെറീസ്, ഡ്രൈ ആയിട്ടുള്ള ക്രാൻബെറീസ് ഉണ്ട് എൻ്റെ കയ്യിൽ. അപ്പോൾ അതും ആഡ് ചെയ്ത് കൊടുക്കണം, നിർബന്ധമൊന്നുമില്ല. നമുക്ക് വേണമെങ്കിൽ കിസ്മിസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ മറ്റേതിലോട്ട് കുറച്ച് ഡേറ്റ് സിറപ്പ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതിന് പകരം നമുക്ക് വേണമെങ്കിൽ ജാഗറി ഉരുക്കിയിട്ട്, അതായത് വെള്ളം അല്ലെങ്കിൽ ശർക്കര ഉരുക്കിയിട്ട് അത് ആഡ് ചെയ്ത് കൊടുക്കാം. അതിലോട്ട് വീണ്ടും കുറച്ച് പൊമഗ്രാനേറ്റ്. ഇതാണ് എൻ്റെ കയ്യിലുള്ള ഫ്രൂട്ട്സ് ഇപ്പോൾ, അതുകൊണ്ടാണ് മാങ്ങ ആഡ് ചെയ്ത് കൊടുക്കാം, മാങ്ങ ഇഷ്ടമുള്ളവരാണെങ്കിൽ. അപ്പം എൻ്റെ കയ്യിലുള്ള ഫ്രൂട്ട്സ് വെച്ചിട്ട് ഞാൻ സെർവ് ചെയ്യാണ്. വീണ്ടും കുറച്ച് ആപ്രിക്കോട്ട് കട്ട് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. കുറച്ചുകൂടെ വാൾനട്ടും കട്ട് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കാം. ഏത് നട്ട്സ് വേണമെങ്കിലും യൂസ് ചെയ്യാം. വാൾനട്ട് യൂസ് ചെയ്യാം, ബദാം ആഡ് ചെയ്യാം, കാഷ്യൂസ് ആഡ് ചെയ്ത് കൊടുക്കാം, പിസ്ത ഏത് വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് വാൾനട്ടും കൂടെ കട്ട് ചെയ്തിട്ട് ആഡ് ചെയ്യാണ്. ഇത്രയേ ഉള്ളൂ. കുറച്ചുകൂടെ ക്രാൻബെറി കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഓട്സ്, സ്റ്റീൽ കട്ട് ഓട്സ് റെഡിയായി. ഇത് ഞാൻ സെർവ് ചെയ്യാൻ പോവുകയാണ്. എന്തായാലും ഏത് രീതിയിൽ വേണമെങ്കിലും സെർവ് ചെയ്യാം. ഉണ്ടാക്കിയിട്ട് ഞാൻ പറഞ്ഞില്ലേ, കുറേ ദിവസം നമുക്ക് എടുത്തു വയ്ക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയണം. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.